NCP സംസ്ഥാന പ്രസിഡന്റും ദേശീയ വർക്കിംഗ് പ്രസിഡന്റുമായ PC ചാക്കോയുടെ നിലപാടുകൾക്കെതിരെ ദേശീയ അധ്യക്ഷനായ ശരത് പവാറിന് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ. മന്ത്രി AK ശശീന്ദ്രനെ പിൻവലിച്ചാൽ മന്ത്രിസഭയിൽ NCPക്ക് പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കണമെന്നും സീനിയർ വൈസ് പ്രസിഡന്റായ PK രാജന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. 2 വർഷമായി സംസ്ഥാന പ്രസിഡന്റിന്റെ തെറ്റായ പോക്കിൽ അംഗങ്ങൾ നിരാശരാണെന്ന് കത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി വേദികളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പാർട്ടിയിലോ സീനിയർ നേതാക്കളോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം സർക്കാർ സമിതികളിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ദേശീയ സമിതിയിലേക്കും സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കും സംസ്ഥാന പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന പലരെയും മുതിർന്ന നേതാക്കൾക്ക് പോലും അറിയില്ല. സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രസിഡന്റ് പങ്കെടുക്കുകയോ അധ്യക്ഷത വഹിക്കാൻ സീനിയർ വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുകയോ ചെയ്തില്ല. 1999-ൽ NCP രൂപവൽക്കരിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച AK ശശീന്ദ്രനുമായി മന്ത്രിസ്ഥാനം ഒഴിയുന്ന കാര്യം ചർച്ച ചെയ്യാൻ PC ചാക്കോ അയച്ചത് ജൂനിയറായ സംസ്ഥാന ഭാരവാഹികളെയാണ്. ഔദ്യോഗിക സംവിധാനങ്ങളിൽ ചർച്ച ചെയ്യാതെ രാജിയും മന്ത്രിമാറ്റവും സംസ്ഥാന പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനിച്ചതാണ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയാൽ ശശീന്ദ്രന്റെ സ്ഥാനം എന്ത് എന്ന കാര്യം അവ്യക്തമാണ്. PC ചാക്കോ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ സമയം ലഭിക്കും. സംസ്ഥാന സർക്കാരിന് ഇനി 1.5 വർഷം മാത്രം കാലാവധിയുള്ളപ്പോൾ മന്ത്രിയെ മാറ്റാനുള്ള നിർദ്ദേശം LDF ഏത് വിധത്തിൽ സ്വീകരിക്കുമെന്നും വ്യക്തമല്ല. ദേശീയ സമിതി അംഗവും തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമായ PK രാജനെ സംസ്ഥാന പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. TP പീതാംബരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളോട് ആലോചിച്ചിട്ടല്ല ആ നടപടി. ദേശീയ സമിതി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ഭരണഘടനാ പ്രകാരം സംസ്ഥാന പ്രസിഡന്റിന് അധികാരമില്ല. സസ്പെൻഷന് മുന്നേ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകിയിരുന്നുമില്ല. ഇവയെല്ലാം തന്നെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. NCPയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം കൊഴിഞ്ഞുമറിയുന്ന ലക്ഷണമാണ്. AK ശശീന്ദ്രൻ എന്തു തന്നെയാണെങ്കിലും മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും ആ പദവിയിലേക്ക് തോമസ് കെ തോമസ് എത്തുമെന്നുമുള്ള വാർത്തകൾ പരന്നിരുന്നു. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തോമസ് കെ തോമസും അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്ന PC ചാക്കോയും. ഇരുവരുടെയും ബലം ദേശീയ തലത്തിൽ നിന്നും അതിനുള്ള അംഗീകാരവും ഉത്തരവും ലഭിച്ചു എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോഴും ഇക്കാര്യത്തിൽ എന്താണ് തങ്ങളുടെ നിലപാടെന്ന് ഇപ്പോഴും AK ശശീന്ദ്രന്റെ പക്ഷം വ്യക്തമാക്കിയിട്ടില്ല എന്നത് ദുരൂഹത ഉണർത്തിയിരുന്നു. മാത്രമല്ല AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ PC ചാക്കോയും തോമസ് കെ തോമസും ഒരുപക്ഷെ പാർട്ടിയിൽ നിന്നും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. പാർട്ടിയിൽ നിന്നും മാറിപ്പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു മുന്നണി മാറ്റം യഥാർത്ഥത്തിൽ അവിടെ ഭയപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അതേസമയം അതെല്ലാം തന്നെ ശശീന്ദ്രൻ പക്ഷത്തിന്റെ കേവലം ആരോപണമോ ഗോസിപ്പോ മാത്രമാണ് എന്നതായിരുന്നു PC ചാക്കോയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും വാദം. എന്നാൽ ഇപ്പോൾ അണികളുടെ ഭാഗത്തു നിന്ന് പോലും ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് ഇത്തരമൊരു കത്ത് അയക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അണികളുടെ ഉള്ളിൽ അത്തരമൊരു ഭയമുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം AK ശശീന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്ന സാഹചര്യത്തിൽ ആ മന്ത്രിപദം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് NCPക്ക് തന്നെയാണോ എന്നുള്ള ആശങ്ക അണികൾക്കുണ്ട്. അതിനെ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ കാര്യം കുറച്ചായി RJDയുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ഉയർന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ RJD പലപ്പോഴും മുന്നണിയിൽ വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാക്കാറുമുണ്ട്. പ്രത്യേകിച്ച് CPയുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും RJD മുതിർന്നിട്ടുമുണ്ട്. പരസ്യമായ പ്രസ്താവനകളും RJDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് ഘടകകക്ഷികളെല്ലാം തന്നെ ഇടം തിരിഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ NCPയിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ കലുഷിതമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഘടകകക്ഷികളെ കൂടെ നിർത്തുക എന്ന തീരുമാനം ഒരർത്ഥത്തിൽ LDF എടുക്കുകയാണെങ്കിൽ ഈ മന്ത്രിസ്ഥാനം RJDക്ക് പോകുമോ എന്ന ഭയം NCPക്ക് ഉള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസ്ഥാനം NCPക്ക് ഉള്ളിൽ തന്നെ ലഭിക്കുമോ എന്ന ആശങ്കയുള്ളത്. ഇനി അഥവാ AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ തോമസ് കെ തോമസ് ആണെങ്കിലും PC ചാക്കോയാണെങ്കിലും മറ്റൊരു മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് AK ശശീന്ദ്രൻ പോലും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയൊരു മുന്നണി മാറ്റവും അവിടെ നടക്കുന്നുണ്ട്. കാരണം PC ചാക്കോയെ സംബന്ധിച്ച് വലിയൊരു പിന്തുണ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ശക്തമായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും PC ചാക്കോയും തോമസ് കെ തോമസും മാത്രമായിരിക്കില്ല ഒരു മുന്നണി മാറ്റത്തിലേക്ക് നീങ്ങുക. സ്വാഭാവികമായും വലിയൊരു കൂട്ടം തന്നെ NCPയിൽ നിന്നും പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് LDFന് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും സമ്മാനിക്കുക. ഈ ഒരു പ്രതിസന്ധി തന്നെയാണ് യഥാർത്ഥത്തിൽ തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും പ്രതീക്ഷ എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് AK ശശീന്ദ്രനെ മാറ്റി നിർത്തുകയും തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള സാധ്യതയും ഏറെയാണെന്ന് തോമസ് കെ തോമസ് കരുതുന്നുണ്ട്. എന്നാൽ അതേസമയം ഇടതു മുന്നണിയിൽ തന്നെ വളരെ സൗമ്യമുഖമുള്ള വ്യക്തിയാണ് AK ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇടതു മുന്നണിയിൽ പിന്തുണയും ഏറെയാണ്. ആ പ്രതീക്ഷ യഥാർത്ഥത്തിൽ AK ശശീന്ദ്രനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് AK
കെ ശശീന്ദ്രൻ ഇപ്പോഴും മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖത്തിന് അഥവാ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും കെ ശശീന്ദ്രനെ സംബന്ധിച്ച് താൻ മന്ത്രിസ്ഥാനം മാറുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. തനിക്കതിന് വൈമനസ്യമില്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഇപ്പോഴും മന്ത്രിസ്ഥാനം വെച്ച് മാറുന്നതിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ പി സി ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ കെ ശശീന്ദ്രൻ തയ്യാറാകുന്നുമില്ല. എന്തു തന്നെയാണെങ്കിലും NCPയെ സംബന്ധിച്ചപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സംസ്ഥാന അംഗത്തിലെ ഭൂരിഭാഗവും തങ്ങളുടെ കൂടെ ഉണ്ട് എന്നായിരുന്നു പി സി ചാക്കോയുടെ വിശ്വാസം. എന്നാൽ അതേ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ പി സി ചാക്കോയ്ക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നതും. LDFിനെ സംബന്ധിച്ച് ഘടക കക്ഷികളെല്ലാം തന്നെ ഇപ്പോൾ അസ്വസ്ഥരാണ്. മാത്രമല്ല LDFിനുള്ളിലെ പ്രധാന നേതൃനിരയിലുള്ള CPMനെ സംബന്ധിച്ച് കനത്ത പ്രതിരോധത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ LDF ഒരു മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്.